തെരുവുനായുടെ കടിയേറ്റ് ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ചുണങ്ങംവേലി സ്വദേശിനി സലോമി. കൈയിലും കാലിലും തുടയിലുമായി 4 ശരീരഭാഗങ്ങളിലായാണ് സലോമിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. ഇതിനോടകം 2 തവണ സർജറിക്ക് വിധേയമാകേണ്ടി വന്നിട്ടും മുറിവുകൾ പൊറുക്കാതെ വന്നതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. തീരാരോഗിയായ വീട്ടമ്മയുടെ കഥ കേട്ടറിഞ്ഞ് ജനസേവ ശിശുഭവന്റെയും തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെയും ചെയർമാൻ ജോസ് മാവേലി സഹായഹസ്തവുമായി എത്തി. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന സലോമിയുടെ ജീവിതം ഒരു നാടിന്റെ തീരാനോവായി മാറിയിരിക്കുകയാണ്. നായയുടെ കടിയേറ്റ് ചികിത്സയിലിരിക്കുന്ന സലോമിയുടെ കഥ അറിഞ്ഞ ജനസേവ ശിശുഭവന്റെയും തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെയും ചെയർമാൻ ജോസ് മാവേലിയും സഹായഹസ്തവുമായി എത്തി. ജൂലൈ 14-നാണ് ചുണങ്ങംവേലി സ്വദേശിനി സലോമിയുടെ 4 ശരീരഭാഗങ്ങളിൽ തെരുവുനായയുടെ കടിയേറ്റത്. തുടയിലേതൊഴികെ മറ്റു ഭാഗങ്ങളിലെ മുറിവുകൾ പൊറുത്തെങ്കിലും തുടയിലെ മുറിവ് സലോമിയുടെയും കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിച്ചിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ ഇതിനോടകം 2 തവണ സർജറിക്ക് വിധേയായ സലോമിയുടെ തുടയിലെ മുറിവിൽ ഇപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. 14-ാം തീയതി ഞായറാഴ്ച കടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ആലുവ ആശുപത്രി കൊണ്ടുപോയി. അവിടെ നിന്ന് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടറില്ലാന്ന് ഓർത്തിട്ട് വേഗം രാജഗിരിയിലേക്ക് അവിടെ കൊണ്ടുവന്നിട്ട് അവർ 2 ആഴ്ച അവിടെ കിടന്നു. വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് കാലും ഒരു മുഴ പോലെ വന്ന് അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ അത് കഴിഞ്ഞ് ഇൻഫെക്ഷനായി. ഇപ്പം ഞാൻ 2-3 മാസമായി ജോലിക്ക് പോയിട്ട് എനിക്കാണെങ്കിൽ ഒരു വഴിയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ബാത്റൂമിൽ പോകാനും എനിക്ക് ഭക്ഷണം കഴിക്കാനും ഒന്നും എനിക്ക് കാലം കൊണ്ട് എനിക്ക് പോയി ചെയ്യാൻ പറ്റണില്ല. അതാണ് എൻ്റെ ജീവിതം. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എടത്തല 4-ാം വാർഡിലെ 4 സെന്റ് കോളനിയിൽ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന അനാരോഗ്യവാനായ ഭർത്താവ് സ്റ്റാലിനും വിദ്യാർത്ഥിയായ ഇളയ മകനോടൊപ്പമാണ് സലോമി കഴിയുന്നത്. 4-ാം മൈൽ ജ്യോതി സ്കൂളിൽ ക്ലീനിംഗ് ജോലി ചെയ്താണ് സലോമി കുടുംബം പുലർത്തിയിരുന്നത്. മുതിർന്ന 2 പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചതിന്റെ ബാധ്യത വീട്ടാൻ പെടാപ്പാടുപെടുന്നതിനിടയിലായിരുന്നു ഈ ദുരന്തം. പഞ്ചായത്ത് മെമ്പർ NH ഷബീറിന്റെ പ്രത്യേക ഇടപെടൽ മൂലം എടത്തല പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചിരുന്ന സഹായമായിരുന്നു ഈ കുടുംബത്തിന്റെ ഏക ആശ്വാസം. സലോമി ജോലി ചെയ്യുന്ന സ്കൂളിൽ നിന്നും പിന്നീട് സഹായം ലഭിച്ചു. എന്നാൽ ഇതുവരെ 2 ലക്ഷത്തോളം രൂപ ചികിത്സാ ആവശ്യത്തിനായി സലോമിക്ക് ചിലവാക്കേണ്ടി വന്നു. ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നതോടെ നിത്യ ചിലവിനും വഴി കാണാതെ വിഷമിക്കുകയാണ് ഈ വീട്ടമ്മ. 2 ലക്ഷം രൂപയോടത്തോളം ചികിത്സയ്ക്കായിട്ട് വന്നു. അത് ഈ പറഞ്ഞ മാതിരി അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തി. എനിക്കിപ്പോൾ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കണം. എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയേറെ പണം ചിലവാക്കി ചികിത്സ നടത്തിയിട്ടും ഇടതു തുടയിലെ മുറിവ് ഉണങ്ങാത്തത് സലോമിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ഈ നിർധന കുടുംബത്തിനെ സഹായിക്കാൻ സുമനസുകൾ മുന്നോട്ട് വരണമെന്ന് ജോസ് മാവേലി ആവശ്യപ്പെട്ടു. കാലാണെങ്കിൽ ഇപ്പൊ അങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുകയാണ്, തുള വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ടാണെങ്കിൽ ഒരു വഴിയില്ല. ഇത് കൊടുക്കാൻ എങ്ങനെ ഇത് ഇനി ആശുപത്രിയിൽ പോകും ചെയ്യുമെന്നൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യാവോ? ന്യൂസ് ബ്യൂറോ, ആലുവ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്